ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് മമ്മി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചാക്കരി വെച്ചിട്ടുള്ളൊരു ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. അതിനായിട്ട് 3 ഗ്ലാസ് അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് അതൊന്ന് വെള്ളം തോർത്തിയെടുത്തതാണ്. 1/2 കിലോ ബീഫ് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഒരു 3 സവോള അരിഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചെടുത്തത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. 1 മുറി നാരങ്ങ, 4-5 പച്ചമുളക്, 1 തക്കാളി, മല്ലിയില. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഈ മല്ലിയിലയാണ്. ഇതിവിടെ വളർത്തുന്നതാണ്. നിങ്ങൾക്ക് ഏത് മല്ലിയില വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. ഏലക്ക, ഗ്രാമ്പു, തക്കോലം, കറുവപ്പട്ട, പെരിഞ്ചീരകം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയുമുണ്ട്. വറക്കാൻ ആവശ്യത്തിന് കശുവണ്ടിയും ഉണക്കമുന്തിരിയും 1 സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണയോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും. അരി വേവിച്ചെടുക്കാനായി ഒരു പാത്രത്തിൽ കുറേ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ചീരകം, തക്കോലവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരടുപ്പിൽ ബീഫ് വേവിക്കാനായി കുക്കറിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ചീരകം, തക്കോലവും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയൊന്ന് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് തക്കാളിയും മല്ലിയിലയും പച്ചമുളകും കൂടി നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയുടെ ആ പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് ആ ബീഫ് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ തന്നെ വെള്ളം ഊറി വരുന്നുണ്ട്. ഇറച്ചിയുടെ വേവ് അനുസരിച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നാരങ്ങ നീരൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചോറിന് ആവശ്യമായി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയും 1 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നട്ട്സും സവോളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് ബീഫ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറൂടെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ബീഫും ചോറും ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കളറിന് വേണ്ടി സ്വല്പം മഞ്ഞൾ പൊടി ഒന്ന് കലക്കി ഒഴിക്കാം. ഇതിങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കൈവശം മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വറുത്ത് കോരി വെച്ചിരിക്കുന്ന നട്ട്സുകളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരല്പം നെയ്യൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ ഒരു 4 മിനിറ്റിന് ശേഷം ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചാക്കരി കൊണ്ടുള്ളൊരു കൊതിയൂറും ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.